കോതമംഗലം മൂന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. പെരുമ്പാവൂർ വെങ്ങൂർ സ്വദേശിനി 61-കാരിയായ ശാന്തയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെന്ന് സംശയിക്കുന്ന അടിമാലി സ്വദേശി ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഊന്നുകല്ലിൽ അടച്ചിട്ടിരിക്കുന്ന ഹോട്ടലിന്റെ പിന്നിലുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ വെള്ളിയാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീടും ഹോട്ടൽ കെട്ടിടവും. വീട്ടിൽ മോഷണശ്രമം നടന്നതായി വൈദികൻ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടെ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാലിന്യ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു ചെവി മുറിച്ച നിലയിലായിരുന്നു. ഇവർ ധരിച്ചിരുന്ന 12 പവനോളം സ്വർണവും നഷ്ടമായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം വേങ്ങൂർ സ്വദേശിനി ശാന്തയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ശസ്ത്രക്രിയയുടെ പാടുകൾ ശരീരത്തിൽ കണ്ടതോടെയാണ് കൊല്ലപ്പെട്ടത് ശാന്തയാണെന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 18 മുതൽ ശാന്തയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാണാതായ അന്നോ പിറ്റേന്നോ കൊലപാതകം നടന്നിരിക്കാമെന്നാണ് പോലീസ് അനുമാനം. ശാന്തയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. അടിമാലി സ്വദേശിയായ ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പി, പെരുമ്പാവൂർ ASP എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.